لولا الرسول لكان الكون منعدما لأنه رحمة للخلق كلهم ونوره أول المخلوق فهبه لجابير خير من يمشي على قدمه أنا أول المسلمين الله أمر به أنا أول المسلمين الله أمر به لمن هو الشهيد المحظوظ. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني وكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني وكن غناي الذي ما بعده فلسوا وكن فكاكي من أغلال عصياني. تحية الصمد المولى ورحمته ما غنت الطير في أوراق أغصاني. സർവാദരണീയരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനവും ചരിത്രപ്രകാശനവുമായി ബന്ധപ്പെട്ട് ഏഴാമത്തെ രാത്രിയിലും ഇവിടെ ഒരുമിച്ച് കൂടാൻ ഔദാര്യവാനായ അള്ളാഹു നമുക്ക് അവസരം നൽകി. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹവും അനുഗ്രഹവും ലഭിക്കുന്ന സദസ്സിൽ അള്ളാഹു തആല നമ്മുടെ സദസ്സ് ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത യാത്രയിൽ മദീനയിലേക്ക് വന്നത് മുതലുള്ള ചില്ലറ അധ്യായങ്ങളാണ് നാം ഇവിടെ ചർച്ച ചെയ്തത്. ഹിജ്റയുടെ 2-ാം വർഷം നടന്ന വളരെ പ്രധാനപ്പെട്ട ഒറ്റ സംഭവം മാത്രമേ നാം ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളൂ. ചരിത്രം വായിക്കുന്ന ആളുകൾ ഹിജ്റയുടെ 2-ാം വർഷത്തിൽ നടന്ന പല സംഭവങ്ങളും ഈ പരമ്പരയിൽ കേൾക്കാത്തതിൻ്റെ പേരിൽ പരിഭവിക്കരുത്. ഹിജ്റയുടെ 3-ാം വർഷത്തിലേക്കാണ് ഇന്ന്. അതിലെ ചെറിയ ചില്ലറ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് പരിസമാപ്തി കുറിക്കാം. പക്ഷേ നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിന് ഒരു പ്രത്യേകതയുണ്ട്.
സ്നേഹപൂർണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലേക്ക് സ്വീകരിച്ചത് മുതലാണ് ഈ വർഷത്തെ പരമ്പര നാം തുടങ്ങിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരുപാട് മഹാന്മാരെ അനുസ്മരിക്കേണ്ട വേദിയാണ്. നമ്മുടെ പരമ്പര അങ്ങനെയാണ് എത്തി നിൽക്കുന്നത്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹിതമായ കാരുണ്യത്തിന്റെ പ്രകാശനങ്ങളെ കാലോചിതമായി നിർവഹിക്കുകയും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപദാനങ്ങളെ ഓരോ കാലഘട്ടത്തിലും ആലപിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാനെ റഹ്മത്ത്, കാരുണ്യത്തിന്റെ പ്രപഞ്ചമാണ്. ആ കാരുണ്യത്തിന്റെ വഴിയിലൂടെ സ്വർഗത്തിന്റെ വഴിയിലേക്ക് മാടി വിളിച്ച നേതാവാണ് പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. The quality of mercy is not strained, the drop of the gentle rain from heaven upon the place beneath. It is twice blessed. It blesses him that gives and him that takes. It is the mightiest in the mightiest it becomes. The throne monarch better than his crown. His scepter shows the force of temporal power. ഷേക്സ്പിയറിയൻ ഡ്രാമയിൽ കാരുണ്യത്തെക്കുറിച്ച് അടയാളപ്പെടുത്തിയ ചില വാചകങ്ങളാണ്. സ്വർഗീയമായ ഔദാര്യവും മഹനീയമായ അനുഭൂതികളും കിരീടങ്ങളെക്കാൾ അമൂല്യവും സിംഹാസനങ്ങളെക്കാൾ വിലപിടിപ്പുള്ളതുമായ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിക്കുന്ന ഒരു സീൻ ഷേക്സ്പിയർ അവതരിപ്പിക്കുകയാണ്. ഏതായാലും should see salvation we do, pray for mercy, and that same prayer doth teach us all to render the deals of mercy. കാരുണ്യത്തിന്റെ കരങ്ങൾക്ക് കാലത്തെ അതിജയിക്കാനും ലോകത്തെ അധികരിക്കാനുമുള്ള ചാലകശക്തിയുണ്ട്. ആ അധികാരവും ആ വിന്യാസവുമാണ് ലോക നേതാവായ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. എവിടെയൊക്കെ സംഘടനകൾ ഒഴിവാക്കാം എന്നതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആലോചന. ആദർശത്തിനു വേണ്ടി പരദേശത്തേക്ക് പ്രയാണം നടത്തുകയും ആധ്യാത്മികതയുടെ ഉന്നതങ്ങളിലേക്ക് ആളുകളെ അവരോധിക്കുന്നതിന് വേണ്ടി അത്യധ്വാനം ചെയ്യുകയും ചെയ്ത് അവസാനം ലോകം മുഴുവനും പുണ്യപ്രവാചകരുടെ കാൽക്കീഴിലേക്ക് വന്നു ചേരുകയാണ്. അതിൻ്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൽ നേടിയെടുത്ത അതീവമായ വിജയം വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ആഹ്ലാദ ഘോഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. അതേപോലെ തന്നെ ഇസ്ലാമിന്റെ വിരോധികൾക്കിടയിൽ വെറുപ്പും ദേഷ്യവും അമർഷവും നിരന്തരമായി കടന്നു വന്നുകൊണ്ടിരുന്നു. ഏതൊക്കെ അവസരങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതിരോധിക്കുവാനും പ്രതികരിക്കുവാനും അവസരമുണ്ടോ, അത് മുഴുവൻ കാത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 2-3 ലിസ്റ്റുകൾ മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. വിശദമായ ഒരു തലത്തിലേക്ക് പോകാൻ നമ്മുടെ ഈ പരമ്പരയ്ക്ക് സമയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിജയം, അതിൽ ദേഷ്യം പൂണ്ട ഗത്ഫാൻകാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും വേദനിപ്പിക്കുവാൻ ഒരു ഉപസംഘാടനം നടത്തി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതറിഞ്ഞു. മദീനയിൽ ഒരാളെ ഡ്യൂട്ടിക്ക് ഏർപ്പെടുത്തി, അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിനെ. വഹമല ലിവാഅഹു അലി ഇബ്നു അബി ത്വാലിബ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വെള്ള പതാക വഹിച്ചു. ഫസാറ ഇലൈഹിം. രാജ്യത്ത് സമാധാനം കെടുത്താനുള്ള, ആഭ്യന്തര പ്രശ്നം സൃഷ്ടിക്കാനുള്ള സബ് ഗ്രൂപ്പുകളെ ഉപദേശിച്ച് നന്നാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, മുളയിലെ ഒതുക്കിയില്ലെങ്കിൽ സമൂഹത്തിന് ഭീഷണിയാണ്. അതിന്ന് ലോകരാഷ്ട്രങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടത്താൻ പറ്റാത്ത രാജ്യങ്ങളിലാണ് ഗവൺമെന്റുകൾ അട്ടിമറിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുദർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി. ഫലം യജിദ് ഫിൽ മഹാലി അഹദൻ. ഒരാളെയും അവിടെ കാണാനില്ല. വാർസല നഫറൻ മിൻ അസ്ഹാബിഹി ഫി അലൽ വാദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താഴ്വരയുടെ മേൽഭാഗത്തേക്ക് കുറച്ച് ആളുകളെ വിട്ടു. ഫവജദ റിഅൻ ഫീഹിം ഗുലാമുൻ യുഖാലു ലഹു യസാർ. യസാർ എന്ന് പറയുന്ന ഒരു അടിമയെ മാത്രമാണ് അവിടെ കണ്ടത്. ഫസഅലഹു അനിന്നാസ്. ചോദിച്ചു, ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടോ? ലാ ഇൽമ ലീ ബിഹിം. എനിക്കൊരു വിവരവുമില്ല. ഞാൻ 5 ദിവസത്തേക്ക് വേണ്ടി ഇടവേളയായി വന്നുകൊണ്ട് മേച്ചിൽ നടത്തി പോകുന്ന ആളാണ്. അതുകൊണ്ട് ഇവിടുത്തെ വിശദമായ വിവരങ്ങൾ എനിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ 3 ദിവസം താമസിച്ചു. എതിരാളികളായി ഉരുണ്ടുകൂടിയവരുടെ മുഴുവൻ സ്വത്തുകളും കണ്ടുകെട്ടി അതിനെ വിതരണം ചെയ്യുകയും വിധ്വംസക ശക്തികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒതുക്കുകയും ചെയ്തു. സംഘടനകളും പോരാട്ടങ്ങളും ഒന്നും നടന്നില്ലെങ്കിലും വിജയകരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഓപ്പറേഷൻ നിർവഹിച്ചു. രണ്ടാമതായി ഗസ്വത്തുസ് സവീഖ്. ഇതെല്ലാം വിശദമായി സംഭവങ്ങളും സന്ദർഭങ്ങളും പറയേണ്ടതാണ്. പക്ഷേ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, നമുക്കിന്ന് എത്തേണ്ട ഒരു ചെറിയ പോയിന്റ് ഉണ്ട്. അതുവരെ ഈ സഞ്ചാരം, ഈ പ്രയാണം കൊണ്ടുപോകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും വിജയം വരിച്ചു. അബൂ സുഫിയാന് സഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും വീണ്ടും ഒരു അറ്റാക്ക് നടത്തി പരാജയപ്പെടുത്തണം. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അയാൾ പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുയായികളെയും ഒരു പാഠം പഠിപ്പിക്കാതെ ഞാൻ ഇനി എൻ്റെ ഭാര്യയെ സമീപിക്കുകയില്ല, എണ്ണ തേക്കുകയില്ല, ഞാൻ ഒരിക്കലും എൻ്റെ രഹസ്യ ജീവിതത്തിലേക്ക് പോവുകയില്ല. കുറച്ചാളുകളെയും കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വൈരം കെടുത്തുവാനും മദീനയിൽ അപകടം സൃഷ്ടിക്കുവാനും. പല ആളുകളുടെയും വീട്ടിൽ അഭയം തേടി നോക്കി. മദീനയിൽ ആരും അഭയം നൽകിയില്ല. അവസാനം ഒരാൾ അദ്ദേഹത്തിന് അഭയം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ അവരവിടെ ഇറങ്ങി. അപ്പോഴേക്കും 2 പേരെ അയാൾക്ക് കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ അൻസ്വാറുകളിൽ നിന്ന് 2 പേരെയും അയാൾ വകവരുത്തി. എന്നിട്ട് പറഞ്ഞു, ഹുവ മഅബദ് ബിൻ അംർ അൻ യമീനഹു ഖദ് ഹുല്ലത്. 2 പേരെ അൻസ്വാറുകളായ ആളുകളെ കിട്ടിയപ്പോൾ അവരെ വധിച്ചു കളഞ്ഞിട്ട് ഇനി എനിക്ക് എൻ്റെ ദൗത്യം നിർവഹിച്ചതിന് സമാനമാണ് എന്ന് പറഞ്ഞ് സമാധാനിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും എത്തി അവരുടെ ദുഷ്ടലാക്കുള്ള സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമാധാനപരമായി മദീന മുന്നോട്ട് നയിക്കുകയാണ്. ഖത്ഫാൻകാരായ ആളുകൾ വീണ്ടും ഒരുമിച്ച് കൂടി. ദുഅ്സൂർ ബിനുൽ ഹാരിസ് എന്ന് പറയുന്നയാളുടെ നേതൃത്വത്തിലാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ മാറ്റി നിർത്താനും പരാജയപ്പെടുത്താനും അവിടുത്തെ സൈന്യവുമായി പോയി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും നന്നായി മഴ പെയ്ത സമയമായതുകൊണ്ട് വസ്ത്രമൊക്കെ നനഞ്ഞു. ഫനസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹ്ത ഷജറത്തിൻ വനശറ സിയാബഹു ലിതജുഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നനഞ്ഞ വസ്ത്രങ്ങൾ അതിന്റെ വെള്ളം കുടഞ്ഞിട്ട് ഉണങ്ങാൻ വെച്ചു. വൽതജഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അല്പം ഒന്ന് കിടന്നു.
വസ്തഗലൽ മുസ്ലിമൂന ഫീ ശുഊനിഹിം, മുസ്ലിമീങ്ങളായ ആളുകളെല്ലാം ബാക്കിയുള്ള കാര്യങ്ങളുമായി ജോലികളുമായി ഇടപെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ദുഅ്സൂർ ബിനുൽ ഹാരിസ് എന്ന് പറയുന്നയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്ന് മരത്തിൽ കൊളുത്തിയിട്ടിരിക്കുന്ന വാളെടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ മുഹമ്മദു, ഓ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, മൻ യംനഉക മിന്നി അൽ യൗം, ഇന്ന് നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ആരാണ് നിങ്ങളെ സഹായിക്കുക? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടറിയില്ല. കദ്ദഹിരി ഫീ ഹിമമി, കാലത്തെ അതിജയിക്കുന്ന ആത്മധൈര്യമുള്ള ലോകൈക ഗുരുവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടറാത്ത ഇടനെഞ്ചോടെ പതറാത്ത പാദത്തോടെ പറഞ്ഞു, അല്ലാഹുവാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന അല്ലാഹു എന്ന പരിശുദ്ധമായ വചനം മലക്കുകളുടെ ലോകത്തുനിന്നുള്ള നിരീക്ഷണം നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്ന വഴിയിൽ മേഘം കൊണ്ട് തണൽ വിരിച്ചു കൊടുക്കുന്നു. മാലാഖമാരാവശ്യമായ സെക്യൂരിറ്റി നൽകുന്നു. ഇങ്ങനെയെല്ലാമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാളോങ്ങിയിട്ട് ആരാണ് രക്ഷപ്പെടുത്തുക എന്ന് ചോദിച്ചപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്ന ശരിയായ മറുപടി അല്ലാഹ്. കാരുണ്യത്തിന്റെ കേദാരമായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹിതമായ മറുപടിയുടെ ആത്മാർത്ഥതയുടെ പ്രതിധ്വാനങ്ങൾ വാനലോകത്ത് നിന്ന് പ്രതിഷേധത്തിന്റെ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കി. അപ്പോഴേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് എതിരാളിയായ ദുഅ്സൂറിന്റെ മനത്തെഞ്ചത്തേക്ക് ഒരു തള്ളൽ കൊടുത്തു. അങ്ങനെയാണ് മഹാനായ യൂസുഫ് സാലിഹി രേഖപ്പെടുത്തുന്നത്, വദഫഅ ജിബ്രീലു ഫീ സദ്രിഹി ഫവഖഅ അസ്സൈഫു മിൻ യദിഹി ഫഅഖദഹു റസൂലുള്ളാഹ്. കാരുണ്യത്തിന്റെ നേതാവായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് എതിരാളിയുടെ കയ്യിൽ നിന്ന് ആയുധം വീണപ്പോ ഹബീബ് തന്നെ ആ ആയുധം എടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, മൻ യംനഉക മിന്നീ, ഒരു നിമിഷം മുമ്പ് നിങ്ങൾ എന്നോട് ചോദിച്ചത് ആരാണ് രക്ഷപ്പെടുത്തുക എന്ന്. എന്നാൽ ആയുധം ഇപ്പോൾ എൻ്റെ കയ്യിലാണ്. എന്നിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് ആരാണുള്ളതെന്ന ലോക നേതാവിൻ്റെ ചോദ്യമാണ്. ഇസ്ലാമിക ചരിത്രത്തിന്റെ ബാലപാഠമറിയാത്ത തീവ്ര വിചാരത്തിന്റെ സംഘശക്തികളെ, നിങ്ങൾ ഈ ചരിത്രമാണ് വായിച്ചു പഠിക്കേണ്ടത്. എതിരാളികളുടെ നേതാവാണ് കേവലം ഒരു അറാബിയല്ല, കേവലം ഒരു പട്ടാളക്കാരനല്ല, യാത്രികനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കുന്ന എതിർ സൈന്യത്തിന്റെ ലീഡറുടെ കയ്യിലേക്ക് ആയുധം കിട്ടിയപ്പോ കാലത്തെ അതിജയിക്കുന്ന ആത്മധൈര്യത്തോടെ അള്ളാഹുവിന്റെ കാവൽ പറഞ്ഞ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, മൻ യംനഉക മിന്നീ, എന്റെ കയ്യിൽ നിന്ന് ആരാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുക? ഉടനെ അയാള് പറഞ്ഞു, ആരും എന്നെ രക്ഷപ്പെടുത്താനില്ല. തീവ്ര വിചാരത്തിന്റെ മതസംഘശക്തികളെ, നിങ്ങൾ പറയും പോലെയാണ് പ്രിയപ്പെട്ട നബിയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാള് ചലിക്കേണ്ട സമയം കഴിഞ്ഞിരുന്നു. അവിടുത്തെയുടെ ലക്ഷ്യം വെട്ടിനിരത്തലല്ല, ജനങ്ങളെ കശാപ്പു ചെയ്യലല്ല, ലോകമാനസങ്ങളെ മുഴുവനും കാരുണ്യത്തിന്റെ തീരത്തേക്ക് കൊണ്ടുവന്ന് ലോക ജനതയെ മുഴുവനും സ്വർഗസ്ഥരാക്കാനുള്ള ദൗത്യമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. അതുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, വഅന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
അല്ലയോ ലോക നേതാവേ, ഔദാര്യത്തിന്റെ ആരാമമായി, വിട്ടുവീഴ്ചയുടെ വിഹായുസായി, കാരുണ്യത്തിന്റെ തീരമായി, ലോകമഹിത ഭാവങ്ങളുടെ മുഴുവനും സമീക്ഷയായി വർത്തിക്കുന്ന ലോകത്തിന്റെ നേതാവേ, ഞാനിതാ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞാനിതാ വന്നിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദർശത്തിലേക്ക്. അയാൾ ഒരു ഭീരുവായിട്ട് വന്നതാണോ അല്ലേ എന്നറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഅതാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൈഫഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വാൾ അങ്ങോട്ട് തന്നെ കൊടുക്കുകയാണ്. ഇനി ആരെങ്കിലും ചരിത്രത്തിൽ അബദ്ധമായി വായിക്കാതിരിക്കാൻ, അയാളുടെ ഈമാൻ ശരിയാണോ ഇല്ലേ എന്ന് ചരിത്രത്തിനറിയാനുള്ള തെളിവാണ്. വീണ്ടും വാൾ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് തന്നെ കൊടുക്കുമ്പോൾ അതാ ഇദ്ദേഹം സമുദായത്തിലേക്ക് പോയിട്ട് പറയുകയാണ്, ഷഹിദ്തു ബി അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വജഅല യദ്ഉ ഖൗമഹു ഇലൽ ഇസ്ലാം. സംഭവത്തിലേക്ക് സൂചന നൽകിയിട്ടാണ് സൂറത്തുൽ മാഇദയിലെ 11-ാമത്തെ ആയത്ത് വരുന്നത്. യാ അയ്യുഹല്ലദീന ആമനു സ്കുറൂ നിഅമതല്ലാഹി അലൈക്കും ഇദ് ഹമ്മ ഖൗമുൻ യബ്സുതു ഇലൈക്കും അയ്ദിയഹും ഫകഫ അയ്ദിയഹും അൻകും. ഓ വിശ്വാസികളായ ആളുകളെ, നിങ്ങൾക്കെതിരെ ഉയർന്ന കൈകളെ തടുത്തു നിർത്തിയിട്ട് അനുകൂല പക്ഷത്തെ അടുപ്പിച്ചു തന്ന നേതാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യമാണ്. മെഹ്റെ ചെർഹേ നുബുവത്ത് പേ ബേഹദ് ദുറൂദ് ഗുലേ ബാഗേ റിസാലത്ത് പേ ലാഖോ സലാം. അല്ലയോ പ്രവാചകത്വത്തിന്റെ പ്രഫുല്ല വാടിയിലെ നിറസാന്നിധ്യമായ പ്രവാചക പ്രഭോ, റിസാലത്തിന്റെ പൂന്തോട്ടത്തിലെ നിറഞ്ഞ പുഷ്പമേ സലാം. ഹം ഗരീബോൻ കെ ആഖാ പേ ബേഹദ് ദുറൂദ്, ഹം ഫഖീറോൻ കി സർവത്ത് പേ ലാഖോ സലാം. അഷ്ടിക്ക് വകുപ്പില്ലാതെ കഷ്ടപ്പെടുന്നവന്റെ ദീനരോധനങ്ങൾക്ക് പരിഹാരമേകുന്ന പുണ്യനബിയേ സലാം. ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ നിന്ന് സമാധാനത്തിന്റെ കൈനീട്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ജനതയെ, നിങ്ങളുടെ എല്ലാമാണ് ലോകൈക ഗുരുവായ പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഹൃത്തടങ്ങളിലേക്ക് അനുരാഗത്തിന്റെ ആത്മവല്ലരികൾ ഒരുക്കിയിട്ട് രാജകീയ സിംഹാസനങ്ങളിൽ ഉഡ്ഡയനം നടത്തേണ്ട നേതാവാണ് മുത്ത് മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ മദീനയിലെ രാജാവിന്റെ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ടാണ് കോടാനകോടി ജനത ഇസ്ലാമിലേക്ക് വരുന്നത്. അതാ ഗത്ഫാൻ ജനതയെ നജ്ദിൽ വെച്ചുകൊണ്ട് അഭിമുഖീകരിച്ച ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിജയം വരിച്ച് മുന്നോട്ട് വരികയാണ്. പിന്നെ ബനൂ ഖൈനുഖാ, ഇതെല്ലാം ചെറിയ ചെറിയ സംഘട്ടനങ്ങളാണ്, നേരിടലുകളാണ്. ഇതിനെല്ലാം ബദർ പോലെ കഥ പറയാനുണ്ട്, ഉഹദ് പോലെ ചരിത്രം പറയാനുണ്ട്, ഖന്തഖ് പോലെ പ്രകൃതി വായിക്കാനുണ്ട്, മറ്റുള്ള തബൂക്ക് പോലെയുള്ള പിന്നാമ്പുറങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ സമയത്തിന് സാവധാനമില്ല, അതുകൊണ്ട് ഞാൻ കടന്നു പോവുകയാണ്. ബനൂ ഖൈനുഖായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വലമ്മാ ഖദിമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മദീനത മുഹാജിറൻ വഅദഅതു യഹൂദു കുല്ലുഹാ. അതാ മദീനയിലേക്ക്
മദീനയിലേക്ക് പലായനം ചെയ്തു വന്ന പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ കാത്തിരുന്നിട്ട് സമയത്ത് കാലുമാറിയ ജൂതപ്പരിശകളുണ്ട്, ക്രൈസ്തവ ലോബികളുണ്ട്. അവരെല്ലാവരുടെയും മുമ്പിലൂടെ വിജയം വരിച്ച് ബദറിൽ നിന്ന് കടന്നു വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹബീബ് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഇനിയും സമയമായില്ലേ? യാ മഅ്ശറ യഹൂദ് ഇഹ്ദറൂ മിനല്ലാഹി മിസ്ല മാ നസല ബിഖുറൈശ് മിനൻ നിഖമതി ഫഅസ്ലിമൂ. ഓ യഹൂദരെ, ഖുറൈശികൾക്ക് വന്ന വിപത്തു കണ്ടില്ലയോ? അതുപോലെ നിങ്ങൾക്കും ഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ കടന്നു വരൂ. ഫഇന്നകും ഖദ് അറഫ്തും അന്നീ മുർസലുൻ, നിങ്ങൾക്കറിയാം ഞാൻ പ്രവാചകനാണ്. തജിദൂന ദാലിക ഫീ കിതാബികും, നിങ്ങളുടെ വേദങ്ങളിൽ അത് രേഖപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് വിശദീകരണം നേടിയപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞു, ഞങ്ങൾ കൂട്ടാക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിടാനാണ് അവർ തയ്യാറാകുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് അഭിമുഖമായി നിന്നുകൊണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിൻ്റെ മതത്തിൻ്റെ പ്രൗഢി അവർക്കൊന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ബനൂ ഖൈനുഖാഇന്റെ മാർക്കറ്റിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളുടെ മുമ്പിലേക്ക് ചാടി വീണു. അവർ ഫവസബ റജുലുൻ മിനൽ മുസ്ലിമീൻ فقتله وكان يهوديا ونبذوا العهد إلى النبي صلى الله عليه وسلم واستصرخ أهل المسلمين على اليهود. അങ്ങനെ ഖൈനുഖാഇന്റെ മാർക്കറ്റിൽ വെച്ച് ജൂതരുമായുള്ള ഉടമ്പടികൾ ലംഘിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ വന്നപ്പോൾ അവിടെ ചെറുത്തുനിന്നു. അതാണ് ഗസ്വത്തു ബനീ ഖൈനുഖാഇ എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ ഇനിയും ഉണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തൽക്കാലം പോകുന്നില്ല. എന്നാൽ വളരെ മർമ്മപ്രധാനമായി ഹിജ്റയുടെ 3-ാം കൊല്ലം നടന്ന സംഭവമാണ് ഉഹദ് രണാങ്കണത്തിൽ നിന്ന് വായിക്കുന്നത്. തോറ്റോടിപ്പോയ ആളുകൾ വേദനയിലാണ്. ഇന്നല്ലദീന കഫറൂ യുൻഫിഖൂന അംവാലഹും ലിയസുദ്ദൂ അൻ സബീലില്ലാഹ് فسينفقونها ثم تكون عليهم حسرة ثم يغلبون والذين كفروا إلى جهنم يحشرون. ആ പരാജിതരായ കാഫിറുകളുടെ പരിണിതിയെക്കുറിച്ച് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അംഫാലിലെ 36-ാമത്തെ സൂക്തത്തിലൂടെ പറയുകയാണ്. സാമ്പത്തികമായ ഗരിമകൾ മുഴുവനും ഇസ്ലാമിൻ്റെ വെളിച്ചത്തെ തടഞ്ഞുവെക്കാൻ അവർ ശ്രമിച്ചു നോക്കി. പക്ഷേ അതെല്ലാം പരാജയമടഞ്ഞു. എന്നിട്ടും അവരുടെ നിക്ഷേപങ്ങൾ തുടരുകയായിരുന്നു. വെറുതെ വിടാൻ പാടില്ല എന്ന വിചാരത്തിലേക്ക് അവർ വന്നു. രണ്ടാമതായി അവരുടെ നേതാക്കന്മാര് മുഴുവനും ബദറിൽ അസ്തമിച്ചു പോയി. ഇനി നമ്മൾ അടങ്ങിയിരുന്നിട്ട് കാര്യമില്ല. അവര് സംഘടിക്കാൻ തുടങ്ങി. അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കയിലാണ്. ഖുബായിൽ നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു മെസ്സേജ് കൊടുത്തു വിട്ടു. ആ മെസ്സേജ് എന്താണ്? ഇന്ന ഖുറൈശൻ ഖദ് അജ്മഅത്തിൽ മസീറ ഇലൈക ഫമാ കുൻത സാനിഅൻ ഇദാ ഹുല്ലൂ ബിക ഫസ്നഉഹു. അല്ലയോ പ്രിയപ്പെട്ട നബിയേ, ഖുറൈശികളെല്ലാം ഒരുങ്ങി തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ട് ചെയ്യേണ്ടത് ചെയ്തു കൊള്ളണം. ഖത്തവജ്ജഹു ഇലൈക, അവര് തങ്ങളുടെ മദീനയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. വഹും സലാസതു ആലാഫ്, അവര് 3000 ആളുകളുണ്ട്.
200 കുതിരകളെയുമായി വലിയൊരു സൈന്യം മദീനയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹബീബേ വേണ്ടത് ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ലോക നേതാവ്. ഞാനിനി കൂടുതൽ ഉദ്ധരണികളൊന്നും ഇവിടെ പറയേണ്ടതില്ല. കാരണം എന്താണ്? പ്രവാചകത്വത്തിന്റെ മഹനീയമായ ഭാഗത്ത് നിന്നുകൊണ്ട് ലോക സമാധാനം സ്ഥാപിച്ചെടുക്കുമ്പോഴും ധൈര്യത്തോടെ കൈകാര്യം ചെയ്യേണ്ട സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെല്ലാം നേടിയെടുക്കുകയായിരുന്നു. Muhammad was the soul of kindness and his influence was felt and never forgotten. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വാധീനം ദയാപരമായിരുന്നു. അവിടുത്തെ സ്വാധീനങ്ങൾ അനിഷേധ്യവും സ്ഥിരപ്രതിഷ്ഠയുള്ളതുമായിരുന്നു. വേണ്ടയിടത്ത് വേണ്ടതുപോലെ ഇടപെട്ട നേതാവാണ്. ആ ഹബീബിന്റെ അടുക്കലേക്കാണ് വിവരം കിട്ടുന്നു, അല്ല ഇങ്ങനെ ഒരു സൈന്യം പുറപ്പെട്ടിട്ടുണ്ടേ. അപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉബയ്യ് ഇബ്നു കഅബ് എന്നവരെ, ഇങ്ങനെ ഒരു വാർത്ത നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഹബീബ് എന്ന് പറയുന്ന രാഷ്ട്രനായകൻ കൂടിയായ പുണ്യ റസൂലിന്റെ ഒന്നാമത്തെ നടപടി ബഹുമാനപ്പെട്ട ഹുബാബ് ബിനുൽ മുൻദിർ എന്നവരെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് മക്കയുടെ ഭാഗത്തേക്ക് പോയിട്ട് രഹസ്യാന്വേഷണം നടത്തണം. എന്തൊക്കെയാണ് അവരുടെ മിലിറ്ററി നീക്കുപോക്കുകൾ, അവരെത്ര ആളുകളാണ്, അവരേതുവരെ എത്തിയിട്ടുണ്ട്, എത്ര കൂടെ ആരൊക്കെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, ഇത് മുഴുവനും അറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളെ പറഞ്ഞു വിട്ടു. സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് ഈ വിവരം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫ്ലാഷ് ആക്കാൻ പാടില്ല. എങ്ങനെയോ സഅദ് ബിൻ റബീഅ എന്നവരുടെ ഭാര്യ വിവരമറിഞ്ഞു. ഖദ് സമിഅതു മാ ഖാല ലക ഫഅഖ്ബർതുഹു ബിമാ അസറ ബിഹി. സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വിവരം കേട്ടു. അടുത്ത പെണ്ണിനോട് പറഞ്ഞു. വിവരങ്ങൾ ഇങ്ങനെ പാസ്സാവാൻ തുടങ്ങി. അവിടെ കാണാം സമീപകാല എഴുത്തുകാരനായ സ്വല്ലാബിയെ പോലെയുള്ള ആളുകൾ അസ്സീറൻ നബവിയുടെ 102-ാമത്തെ പേജിൽ ഈ വിഷയം എഴുതുമ്പോൾ പറയാണ്, വീട്ടിൽ അതീവ രഹസ്യമായ കാര്യങ്ങൾ സ്ത്രീകളോട് ഷെയർ ചെയ്താൽ അപകടം വരും എന്നതിനുള്ള സൂചനയാണ്. അവർക്ക് രഹസ്യം മറച്ചുവെക്കാൻ പുരുഷന്മാരെ പോലെ കഴിയില്ല. അതിന്റെ സൂചനയാണെന്ന് ഇവിടെ ചരിത്രകാരന്മാരെഴുതുന്നുണ്ട്. ഉമ്മമാര് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. പ്രകൃതിക്ക് ചില തകൃതികളുണ്ട്, ചില വികൃതികളുമുണ്ട്, ചില യാഥാർത്ഥ്യങ്ങളുമുണ്ട്. അതിനോട് സമ്മതിക്കുകയേ നിർവാഹമുള്ളൂ. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മഹനീയമായ സംഭവത്തെ മറച്ചുവെക്കാൻ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയിലൂടെ ലീക്കായപ്പോൾ, അനുസരണയുള്ള ശിഷ്യനാണ് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു, ഉടനെ നബി തങ്ങളുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, തങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ലീക്കാക്കി എന്ന് തെറ്റിദ്ധരിക്കരുത്. എങ്ങനെയോ നമ്മുടെ സംസാരം എൻ്റെ ഭാര്യ കേട്ടു, സംഗതി ലീക്കായിട്ടുണ്ട്. ഞാൻ രഹസ്യം പൊളിച്ച ആളായിട്ട് എന്നെ കുറിച്ച് പറയല്ലേ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയും നയപരമായ സമീപനം. അവിടെ വലിയൊരു മനഃശാസ്ത്രമുണ്ട്. പഠിച്ചവനെ ലീക്കായി പോയല്ലോ എന്ന് പറഞ്ഞാൽ ഇത് വലിയ രഹസ്യമാണെന്ന് അവർ മനസ്സിലാക്കും. അപ്പോൾ അവർ കൂടുതൽ പ്രാധാന്യത്തോടെ പ്രചരിപ്പിക്കും. ഇത് പ്രചരിച്ചാലും വലിയ വിഷയമൊന്നും ഇല്ല എന്നാണെങ്കിൽ പിന്നെ അവർ പ്രചരിപ്പിക്കാൻ നിൽക്കില്ല. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഖല്ലി അൻഹാ, ഖല്ലി വല്ലി, വിട്ടേക്കൂ, അതൊന്നും ഇവിടെ വിഷയമല്ല, നമ്മളെ ബാധിക്കുകയില്ല. കാരണം അവസരത്തിനനുസരിച്ച് നേതൃപാടവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയം അറിഞ്ഞു. ഇനി ചെയ്യേണ്ടത് എന്താണ്? വശാവിറുഹും ഫിൽ അംർ. മദീനക്കെതിരെ മക്കക്കാരുടെ 2ാം ആക്രമണം കടന്നു വരാൻ പോവുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് സ്വഹാബത്തിനോട് ആലോചന നടത്തുകയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർണായകമായി ഘട്ടത്തിൽ കൂടിയാലോചന നടത്തി സ്വഹാബികളെ വിളിച്ചു. സ്വഹാബികളെ വിളിച്ചുകൊണ്ട് ലോക നേതാവ് പറയുകയാണ്, ഇന്നാ ഫീ ജുന്നത്തിൻ, നമ്മളിപ്പോ നല്ല സുരക്ഷിതമായ ഒരു സ്ഥലത്താണുള്ളത്.
അല്ലെങ്കിൽ നമ്മളുള്ളത് നല്ല ഒരു കോട്ടയുടെ നടുവിലാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇവിടുന്ന് ഒരു ആക്ഷനും എടുക്കേണ്ടതില്ല. മക്കക്കാരായ ആളുകൾ മക്കയിൽ നിന്ന് ഒരുങ്ങിക്കെട്ടി വരികയല്ലേ. നമ്മൾ മദീനക്കാരായ നാട്ടുകാരാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ കഴിഞ്ഞുകൂടുക. അവര് വന്ന് നാട്ടിലേക്ക് കടന്നു കയറി ആക്രമിച്ചാൽ മാത്രം നമുക്ക് എന്തെങ്കിലും ആലോചിച്ചാൽ മതിയല്ലോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പം ഒരു സമാധാനപരമായി പോകാമെന്ന് വിചാരിച്ചു. ഉബയ്യ് ഇബ്നു സലൂലിനെ പോലെയുള്ള മുനാഫിഖീങ്ങളുടെ നേതാക്കൾ ഇസ്ലാമിന്റെ കൂടെ നിൽക്കുമെങ്കിലും പരിക്കു പറ്റുന്ന സമയത്ത് അവർ മാറിക്കളയുന്നവരാണ്. അതുകൊണ്ട് അയാള് പറഞ്ഞു, നമുക്ക് തൽക്കാലം ഒരസ് എന്നും വേണ്ട, സമാധാനത്തിൽ അങ്ങ് പോയാൽ മതി. എന്നാൽ ഇബ്നു കസീർ ഇവിടെ എഴുതുന്നൊരു വാചകമുണ്ട്, സ്വഹാബികളിൽ നിന്നുള്ള ഭൂരിപക്ഷവും പറഞ്ഞു, തങ്ങളെ അങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റൂല, അങ്ങനെ നമുക്ക് ഒതുങ്ങി നിൽക്കാൻ പറ്റൂല. അവര് വരുന്ന വഴിയിൽ തന്നെ വെച്ച് തടഞ്ഞിട്ട് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അപകടമാണ്. അതുകൊണ്ട് നമുക്കൊന്നു നേരിടാം നബിയേ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഓരോരുത്തർ വന്നിങ്ങനെ കരയാൻ തുടങ്ങി. ബദരീങ്ങളെല്ലാം സ്വർഗത്തിൽ പോയി, ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള ചാൻസ് ആണ്, അതുകൊണ്ട് തടയല്ലേ നബിയെ, ഞങ്ങൾക്ക് കൊതിയാണ് സ്വർഗത്തിൽ പോകാൻ, അതിനുള്ള അവസരമാണ്, ഞങ്ങൾക്ക് തടയല്ലേ ഹബീബേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. വലം യതനാഹു ഇലാ ഖൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറഈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൽക്കാലം നമുക്ക് പ്രതികരിക്കണ്ട എന്ന അഭിപ്രായം പറഞ്ഞെങ്കിലും സ്വഹാബത്തിന്റെ ആവേശം അവർക്ക് അടക്കി വെക്കാൻ കഴിഞ്ഞില്ല. വലൗ റളൂ ബില്ലദീ അമറഹും കാന ദാലിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അഭിപ്രായത്തിന്മേൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ അങ്ങ് നിന്നിരുന്നെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. വലാകിൻ ഗലബൽ ഖളാഉ വൽ ഖദറു. അവിടെ അല്ലാഹുവിന്റെ വിധിയും നിർണയവുമാണ് കടന്നു വരുന്നത്. വഅമ്മതു മൻ അശാറ അലൈഹി ബിൽ ഖുറൂജി ലിർജാലുൻ ലം യശ്ഹദൂ ബദറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് നേരിടാമെന്ന അഭിപ്രായവുമായി വന്നതിൽ ഭൂരിപക്ഷവും ബദറിൽ പങ്കെടുക്കാത്ത ആളുകളായിരുന്നു. വഖദ് അലിമു, അവർക്കറിയാമായിരുന്നു, അല്ലദീ സബഖ ലി അഹ്ലി ബദരിൻ മിനൽ ഫളീല, ബഹുമാനപ്പെട്ട ബദരീങ്ങളായ ആളുകൾക്കുള്ള ഉന്നതമായ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമാധാനത്തിന് വേണ്ടി അഭിപ്രായം ഉന്നയിച്ചെങ്കിലും സ്വഹാബത്തിന് സ്വർഗസ്ഥരാവാനുള്ള ആഗ്രഹമാണ്. അവസാനം യുദ്ധത്തിന്റെ ഭൂമിയിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. മക്കയിൽ നിന്നുള്ള ആളുകൾ ഇങ്ങ് മദീനയോട് അടുക്കാനായി അബവ എന്ന സ്ഥലത്ത് വന്നപ്പോൾ ഖുറൈശികളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, ഇമാം യൂസുഫ് സാലിഹി രേഖപ്പെടുത്തുകയാണ്, അതാ ആ കാണുന്നതാണ് ആമിന ബീവിയുടെ ഖബറ്. ആ ഖബറ് തോണ്ടിയിട്ട് ജനാസ എടുത്ത് പുറത്തിട്ടാലോ. അവിടെ 3 നിവേദനങ്ങളാണ് ഇമാം യൂസുഫ് സാലിഹി ഉദ്ധരിക്കുന്നത്. ഒന്നാമതായി പറയുന്നത്, ചില ആളുകൾ പറഞ്ഞു, തൽക്കാലം ആ ഫിത്നയുടെ ബാബ് തുറക്കണ്ട, നമ്മൾ ആ ഖബർ തുറന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാവിനെ എടുത്ത് പുറത്തിടാൻ കിട്ടും. അതേ സമയത്ത് ഇതറിഞ്ഞിട്ട് നമ്മുടെ തന്തമാരുടെ ഖബർ തുറക്കാൻ തുടങ്ങിയാൽ നമ്മൾ മാനം കെടുകയും ചെയ്യും. അതുകൊണ്ടും തൽക്കാലം വേണ്ട, ആ വാതിൽ നമ്മൾ തുറക്കേണ്ടതില്ല. വേറെ ന്യായാധിപനായ ഒരാൾ പറഞ്ഞു, അല്ല, അതൊന്നും സമരമുറയുടെ ഭാഗമല്ല, അതുകൊണ്ട് നാം ആ ഭാഗം ചർച്ച ചെയ്യേണ്ടതില്ല. എന്നാൽ അവിടെ മഹാനായ സുബുലുൽ ഹുദ രേഖപ്പെടുത്തുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മാതാവിന്റെ ഖബർ തുറന്നിട്ട് അവിടുത്തെ തിരുശരീരമെടുത്ത് പുറത്തിടാനുള്ള വിചാരം വന്നപ്പോഴേക്ക് അള്ളാഹു അവരുടെ ചിന്തകളെ അങ്ങ് തെറ്റിച്ചു കളഞ്ഞു. അതിനെ തുടർന്ന് ചർച്ച ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. വല്ലാഹു യഅസിമുക മിനന്നാസ്.
അല്ലാഹു തആല ഹബീബിനെ എല്ലാ നിലയിലും സംരക്ഷിക്കുന്ന റബ്ബാണ്. അവിടുത്തെയുടെ പദവിക്കും മഹത്വത്തിനും നിരക്കാത്തതൊന്നും സംഭവിക്കുകയില്ല. കാരണം എന്തേ? നമ്മുടെ കൽബിന്റെ രാജാവാണ്. ഹം ഗരീബോ ദൂറോ നസ്ദീക് കേ സുൻനെ വാലേ ഓ കാൻ കാൻ ലഅലേ കറാമത്ത് പേ ലാഖോ സലാം. ദൂറോ നസ്ദീക്, ദൂരെയും അടുത്തും കേൾക്കുന്ന കാതിൻ്റെ ഉടമയാണ്. കാനലേ കറാമത്ത് പേ ലാഖോ സലാം. അത്യത്ഭുതങ്ങളുടെ കലവറകളായ കർണപുടങ്ങളുടെ ഉടമയായ ലോക ഗുരുവിനാണ് സർവസലാമുകളും ഞങ്ങൾ അയക്കുന്നത്. ജിസ്കെ ഹാത്തേ ശഫാഅത്ത് ക സഹറാ इस जबीने सआदत पे लाखों सलाम. ആ പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ കരങ്ങളുണ്ടല്ലോ, അത് മഹിതമായ ശുപാർശയുടെ ദാനങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലക്ഷം സലാം അയക്കുകയാണ്. ഓ സബാൻ ജിസ്കോ സബ് കുൻ കി കുഞ്ചി കഹി इसके नाफिद हुकूमत पे लाखों सलाम. ഓ സബാന ഹബീബിന്റെ നാവുകൾ, ജിസ്കോ സബ് കുൻകി കുഞ്ചി ഹേ, എല്ലാ കുഞ്ഞെന്ന പ്രഖ്യാപനത്തിൻ്റെയും ബട്ടനാണ്. കാരണം അല്ലാഹുവാണ് നൽകുന്നതെങ്കിൽ പ്രധാനം ഹബീബാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധികാര പരിധിയുടെ മഹനീയമായ വിശാലതയ്ക്കു ലക്ഷം സലാം. അപ്പൊ സ്വഹാബത്ത് മുഴുവനും അത്യാവേശത്തോടെ നിൽക്കുകയാണ്. ഇനിയും രണ്ടാമതൊരൂഴത്തിൽ ഖുറൈശികൾ മുഴുവനും പരാജയപ്പെടുത്താൻ 900 ആളുകൾ റെഡിയായി നിൽക്കുകയാണ്. ഇനിയൊരു നേതാവിൻ്റെ റോൾ എന്താണ്? നമ്മുടെ തലവാചകം മദീനയിൽ നിന്ന് മനുഷ്യകത്തേക്കെന്നാണ്. മാനവിക ലോകത്തിന് രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, ബിഹേവിയറൽ തലങ്ങളിൽ ഹബീബ് നൽകുന്ന സമ്മാനങ്ങളാണ് ഇവിടെ അടിവരയിട്ട് വായിക്കുന്നത്. സദസ്സിന്റെ ഭൂരിപക്ഷം അഭിപ്രായങ്ങളെ, അവരുടെ ആവേശങ്ങളെ പരിഗണിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചർച്ച ചെയ്ത് ഒരുങ്ങുന്ന സമയത്ത് ചില സ്വഹാബികൾ വന്ന് പറഞ്ഞു, നബിയേ, തങ്ങൾ വന്നില്ലെങ്കിലും ഞങ്ങൾ പൊയ്ക്കോളാം. തങ്ങളെ കഷ്ടപ്പെടുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു സമുദായത്തെ വഴിക്ക് വിട്ടിട്ട് നോക്കിയിരിക്കുന്നത് നബിയുടെ പണിയല്ല. തീരുമാനമായാൽ ഞാനും വരികയാണ്. അപ്പോൾ ഒരു യോഗത്തിന്റെ അധ്യക്ഷൻ ചെയ്യേണ്ടത് എന്താണ്? സ്വന്തം തീരുമാനത്തിന് യോജിച്ചിട്ടല്ല സദസ്സിന്റെ തീരുമാനം രൂപം കൊണ്ടതെങ്കിലും നടപ്പാക്കാൻ നിൽക്കേണ്ടത് ലീഡർ തന്നെയാണ് എന്ന സംഘടനാ ശാസ്ത്രമാണ് ഹബീബ് ഇവിടെ പഠിപ്പിക്കുന്നത്. ചിലപ്പോഴൊക്കെ പ്രസിഡന്റ് അധ്യക്ഷം വഹിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന തീരുമാനമാകില്ല സദസ്യർ രൂപപ്പെടുത്തുന്നത്. എന്നാലും അതിനെ നടപ്പിലാക്കേണ്ടതിന് മുമ്പിൽ വരേണ്ടത് അധ്യക്ഷനാണ്. അതിനുള്ള പാഠമാണ് ലോക നേതാവ് നൽകുന്നത്. അതാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്കിയണിഞ്ഞ് ആയുധമെടുത്ത് ഒരു പടയാളിയെ പോലെ ഒരുങ്ങുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് എഴുന്നേറ്റു. ثم قام رسول الله صلى الله عليه وسلم فخطب الناس.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിച്ചു. യാ അയ്യുഹന്നാസ് ഊസീകും ബിമാ ഔസാനില്ലാഹു ഫീ കിതാബിഹി മിനൽ അമലി ബിത്വാഅതിഹി വത്തനാഹി അൻ മഹാരിമിഹി ثم إنكم اليوم بمنزل أجر وذخر. അല്ലയോ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലാഹുവിന്റെ വിശുദ്ധ വേദത്തിൽ എന്നോട് എന്താണോ കൽപ്പിച്ചത് അത് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ്. അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ഒതുക്കി വെക്കണം. അലസ്വബ്രി വൽ യഖീനി വന്നശാത്ത്. ഈ യുദ്ധമെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ശദീദുൻ കരീഹുൻ ഖലീലും മൻ യസ്ബിറു അലൈഹി ഇല്ലാ മൻ അസമല്ലാഹു റുഷ്ദഹു. അതാ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ചിറങ്ങുകയും അല്ലാഹുവിനെ അനുസരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് വേണ്ടിയാണ് ഈ യുദ്ധത്തിൽ വിജയം വരിക്കാൻ പറ്റൂ. അല്ലാഹുവിന്റെ സഹായം അല്ലാഹുവിനെ അനുസരിക്കുന്നവരോടൊപ്പമാണ്. അല്ലാഹുവിനോട് എതിര് കാണിക്കുന്നവരോടൊപ്പം പിശാചാണ് ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങിക്കോളൂ. ബിസ്സബ്രി അലൽ ജിഹാദ് വൽതമിസൂ ബിദാലിക മാ വഅദകുമുല്ലാഹ് വഅലൈക്കും ബില്ലദീ യഅമുറുക്കും ഫഇന്നീ ഹരീസുൻ അലാ റുഷ്ദിക്കും ഇന്നൽ ഇഖ്തിലാഫ വത്തനാസുഅ വത്തസ്ബീത മിൻ അംരിൽ അജ്സി. പരസ്പരം തർക്കിക്കുകയും അഭിപ്രായാന്തരം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ യോഗ്യതയില്ലായ്മയുടെ തെളിവായിരിക്കും. അതേ സമയത്തോ നാം മുന്നോട്ട് പോകേണ്ടവരാണ്, നാം വിജയിക്കേണ്ടവരാണ്. മർമ്മപ്രധാനമായ ഒരു പ്രസംഗമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ കൊണ്ട് നടത്തുമ്പോൾ ലോക നേതാവായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ സ്വഹാബത്തിനെയും നയിച്ചുകൊണ്ട് ഉഹദിന്റെ രണാങ്കണത്തിലേക്ക്, മദീനായുടെ തൊട്ടുചാരത്തുള്ള ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് സ്വഹാബികളെയുമായി നീങ്ങുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് പോയി. 50 ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി നിർത്തി. എന്നിട്ട് ഓരോ ആളുകളെയും പ്രത്യേക ഡ്യൂട്ടികൾ ഏർപ്പെടുത്തി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുങ്ങി നിൽക്കുകയാണ്. സഅദ് ബിൻ മുആദ്, ഉസൈദ് ബിൻ ഹുദൈർ, സഅദ് ബിൻ ഉബാദ തുടങ്ങിയുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സെക്യൂരിറ്റിയായി നിൽക്കുകയാണ്. ഒരാളെ മുന്നേ ഞങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ വരണ്ട, നിങ്ങൾ വേറൊരു വഴിയിൽ സഞ്ചരിക്കാൻ വേണ്ടി അബൂ ഖൈസമ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു വിട്ടു. അവിടേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മറ്റും എത്തിച്ചേർന്നപ്പോഴേക്ക് അയാളും മണ്ണും കല്ലുമൊക്കെ വാരിയിട്ട് ആക്രമിക്കാൻ തുടങ്ങി. സഅദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു നോക്കി നിന്നില്ല. അയാളെ അവിടെ വെച്ചുകൊണ്ട് കൈകാര്യം ചെയ്തു. ആ ഒരു അധ്യായം അവിടെ അവസാനിപ്പിച്ചു. അപ്പോഴാണ് ഉബയ്യ് ഇബ്നു സലൂൽ മദീനയിൽ നിന്ന് യുദ്ധസംഘം പുറപ്പെട്ടപ്പോ കൂടെ വന്ന ആളാണ്. മുനാഫിക്കുകളുടെ നേതാവാണ്. അയാൾ വഴിയിലെത്തിയപ്പോൾ ഈ രംഗങ്ങളൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ അയാൾ 300 ആളുകളെയും കൊണ്ട് ഇങ്ങ് പിന്നോട്ട് വലിഞ്ഞു. ഞങ്ങൾ യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വഞ്ചനാത്മകമായി മുനാഫിക്കിന്റെ നേതാവ് വഴിയിൽ വെച്ച് ഹബീബിനോട് യാത്ര ചോദിച്ചു. ഞങ്ങൾ വരുന്നില്ല, നിങ്ങൾ പോയി യുദ്ധം ചെയ്തോ. സൈന്യത്തിന്റെ 1/3 ആളുകളെയും കൊണ്ട് മുനാഫിഖീങ്ങളിങ്ങ് തിരിഞ്ഞു പോന്നു. പക്ഷേ ഇടറാത്ത പാദത്തോടെ ലോകത്തിന്റെ നേതാവ് ആദർശത്തിന്റെ ഉൾക്കരുത്തുകൊണ്ട് മഹനീയമായ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജയിക്കുവാനുള്ള ദാർഢ്യതയോടെ ലോക നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് പോയി.
എന്നിട്ട് 3 ഗ്രൂപ്പുകളാക്കി നിശ്ചയിച്ചു. 3 പ്രത്യേക ക്യാപ്റ്റന്മാരുടെ നേതൃത്വത്തിൽ നിശ്ചയിച്ചു. ഒരാളാരാണ്? മുഹാജിറുകളുടെ നേതാവായ മിസ്അബ് ബിൻ ഉമൈർ. അൻസ്വാരികളിൽ നിന്നുള്ള ഔസ് ഗോത്രത്തിന്റെ നേതാവായി ബഹുമാനപ്പെട്ട സഈദ്. ബഹുമാനപ്പെട്ട അൻസ്വാറുകളിൽ നിന്നുള്ള ഖസ്റജ് ഗോത്രത്തിൽ നിന്നുള്ള ആളുകൾക്ക് ഹുബാബ് ബിനുൽ മുൻദിർ എന്നിങ്ങനെ 3 പേരെ നേതാക്കന്മാരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർത്തിവെച്ചു. അങ്ങനെ കൃത്യമായി ഒരു റെജിമെന്റിനെ പാകപ്പെടുത്തുന്ന പട്ടാള ഗ്രൂപ്പുകളെ ചിട്ടപ്പെടുത്തി. അതിലും ഒരുപാട് ശാസ്ത്രീയതകളുണ്ട്. കാരണം 2 ഗ്രൂപ്പുകാർ, 2 ഗോത്രക്കാർ വന്നാൽ, പിശാച് വന്നിട്ട് ഗോത്ര ചിന്തയിട്ട് കൊടുത്താൽ അവരുടെ ഇടയിൽ ആഭ്യന്തര കുഴപ്പമുണ്ടാകും. മുഹാജിറുകളെയും അൻസ്വാറുകളെയും കൂടെ കെട്ടിയാൽ ചിലപ്പോൾ മക്കയിൽ നിന്ന് വന്ന ആളുകളുടെ ബന്ധുക്കളാണ് മുഹാജിറുകൾ ഇവിടെ ഉണ്ടാവുക. പിശാച് എന്തെങ്കിലും അനുതാപം ഉണ്ടാക്കി കൊടുത്താൽ അൻസ്വാറുകളും മുഹാജിറുകളും കൂടി ഒരേ പാർട്ടിയിൽ നിൽക്കുമ്പോൾ പിശാചിന് ഗ്യാപ്പുണ്ട്. അതടയ്ക്കാൻ വേണ്ടിയാണ് 3 ഗ്രൂപ്പുകൾക്കും 3 നേതാക്കളെ വെച്ചു കൊടുത്തു. അബൂ സുഫിയാനും സൈന്യവും അതിർത്തിയിൽ വന്ന് നിൽക്കുകയാണ്. അയാൾ വിളിച്ചു പറഞ്ഞു, ഖല്ലൂ ബൈനനാ വബൈന ബിനി അമ്മിനാ ഫനൻസരിഫു അൻകും ഫലാ ഹാജത ബിനാ ഇലൽ ഖിതാൽ. ഞങ്ങൾ യുദ്ധത്തിനൊന്നും വന്നേയല്ല. ഞങ്ങളുടെ മൂത്താപ്പാടെ മോനുണ്ട്, അല്ലെങ്കിൽ കൊച്ചാപ്പാടെ മോനുണ്ട് ഇവിടെ, ഇങ്ങോട്ടൊന്ന് വിട്ടു തന്നേ. യഅനി റസൂലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, നിങ്ങളുടെ നേതാവായ നബിയെ ഇങ്ങി വിട്ടു തന്നാ മതി. ഞങ്ങൾ തൽക്കാല യുദ്ധത്തിനൊന്നുമില്ല, ഞങ്ങൾ അങ്ങ് കൊണ്ടുപോയിക്കോളാം എന്ന് പറയുമ്പോഴാണ് ലോകൈക ഗുരുവായ പൊന്നു മുസ്തഫായോട് ഹൃദയവാഞ്ചന നടത്തുന്ന അൻസ്വാറുകളും മലയിളകും പോലെ ഇളകിയിട്ട് ചുട്ട മറുപടിയാണ് കൊടുക്കുന്നത്. അതിനു വേണ്ടിയാണോടാ ഇത്രയും മെനക്കെട്ട് ഇവിടം വരെ വന്നത്? ഞങ്ങളുടെ ജീവൻ മുഴുവനും പണയം വെച്ചാലും അവസാനം ഞങ്ങളുടെ ഇമ വെട്ടുന്ന ജീവൻ അവസാനിക്കുന്നത് വരെ ഞങ്ങളുടെ നേതാവിനെ തൊടാനോ കാണാനോ പറ്റില്ല. ഞങ്ങൾ എന്തിനും തയ്യാറാണ്. കുല്ലുനാ ഫിദാക യാ റസൂലല്ലാഹ്, ഞങ്ങളെല്ലാം ഹബീബിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്കാകെയുള്ളത് ഹബീബാണ്. ഏ സബാലേക്ക് तो उनके बदन की खुशबू में भी सोंखो जरा जन्नत के चमन की खुशबू. यो तो हिंद वतन मेरे कई पश्तो से तैबा से आती है रूहानी वतन की खुशबू. यो तो कुरान है अल्लाह ताला का कलाम, उससे आती है किसी मश्क दहन की खुशबू. जिस पर एक बार का आका ने दस्त शफत, मरते दम तक न गई इसके बदन की खुशबू. ഞങ്ങൾക്കെല്ലാത്തിനേക്കാളും വല്ലത് ലോക നേതാവായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരിഷ്ഠമേനിയെ തഴുകി തലോടിയ കാറ്റുമതിയല്ലോ ഞങ്ങൾക്ക് സാന്ത്വനിക്കുവാൻ. ആ നേതാവിനെ തൊട്ട് ചുംബനം ചെയ്തു വരുന്ന കുഞ്ഞിളം കാറ്റാണ് ഞങ്ങളുടെ ഹൃദയാമൃതായി ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ആ ഹബീബിനെ തഴുകി തലോടി വരുന്ന പ്രഭാതത്തിലെ തണുത്ത കാറ്റു ഞങ്ങളുടെ ജീവാത്മാവാണ്. അതുകൊണ്ട് അബൂ സുഫിയാനെ, വേണ്ടത് ചെയ്തോ, ഒരു കുഴപ്പവുമില്ല, ഞങ്ങൾ റെഡിയാണ്. അബൂ സുഫിയാൻ പിന്നെ മിണ്ടിയില്ല. അപ്പൊ അവരുടെ ഒരു പതാകവാഹകനുണ്ട്, തൽഹത്ത് ബിൻ ഉസ്മാൻ. അദ്ദേഹം ഇങ്ങോട്ട് ഇറങ്ങിയിട്ടൊരു വെല്ലുവിളിയാണ്. നിങ്ങളുടെ വാളുകൊണ്ട് ഞങ്ങൾ മരിച്ച നരകത്തിൽ, ഞങ്ങളുടെ വാളുകൊണ്ട് നിങ്ങൾ മരിച്ച സ്വർഗത്തിൽ. ആരാടാ ആൺകുട്ടികളുള്ളത്? ഇറങ്ങി വാടാ. ആരാണ് തയ്യാറെന്ന് ചോദിച്ചുകൊണ്ട് തൽഹത്ത് ബിൻ ഉസ്മാൻ വിളിച്ചപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അങ്ങോട്ടിറങ്ങി. സുയൂഫുക്കും ഇലന്നാർ
വസുയൂഫുനാ ഇലൽ ജന്ന വല്ലദി എന്ന് പറഞ്ഞുകൊണ്ട് ബഹളമുണ്ടാക്കുന്ന തൽഹത്തെ വല്ലദി നഫ്സി ബിയദിഹി അല്ലാഹുവെ തന്നെ സത്യം ലാ ഉഫാരിഖുക ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാ പിന്നെ ഞാൻ നിർത്തൂല. ഒന്നുകിൽ എന്റെ വാളുകൊണ്ട് നിന്റെ നരകം, അല്ലെങ്കിൽ നിന്റെ വാളുകൊണ്ട് എന്റെ സ്വർഗം. പറയുന്നതാരാണ്? അലി ഇബ്നു അബീ ത്വാലിബാണ്. മുന്നോട്ടിറങ്ങി ചെന്നപ്പോൾ തൽഹത്ത് ബിൻ ഉസ്മാന് മനസ്സിലായി കളി ശരിയാവൂലാന്ന്. അപ്പൊ അയാൾ ഉടനെ അടവ് മാറ്റി. മോനെ അലിയെ, നമ്മൾ രണ്ട് കുടുംബക്കാരല്ലേ, നമ്മൾ രക്തവും തമ്മിൽ തൽക്കാലം നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി. അലി റളിയല്ലാഹു അൻഹു പിന്നോട്ട് വന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി അല്ലാഹുവെ തന്നെയാണ് സത്യം, വേറെ ഒന്നും ഇവിടെ ഞങ്ങൾക്ക് ആലോചിക്കാനില്ല. ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കാര്യം തീരുമാനിക്കാനുള്ളവരാണ്. അപ്പോഴാണ് രംഗം അല്പമൊന്ന് ശാന്തമായി. അവിടെ നിന്ന് വെല്ലുവിളികളേ ഉള്ളൂ. അപ്പോഴാണ് ക്യാപ്റ്റൻ ഇടപെടുന്നു. റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ചോദിക്കുകയാണ്, മൻ യഖുദു മിന്നി ഹാദാ, ഏതായാലും ഇനി ഇറങ്ങാതെ നിർവാഹമില്ല, അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഈ വാൾ ആരാണ് വാങ്ങുക? എല്ലാ ആളുകളും ഫബസതു, അവര് മുഴുവനും കൈനീട്ടി അന 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 യാ റസൂലല്ലാഹ്, ആ വാളിങ് തരണേ നബിയേ, ഞങ്ങൾ ദാഹിച്ചിരിക്കുകയാണ്. അവിടെയാണ് ഫിലിപ്പ് കെ ഹിറ്റി വളരെ മനോഹരമായി എഴുതുന്നുണ്ട്. ആദ്യം കാടൻ യുദ്ധം നടത്തിയ ഒരു കൂട്ടത്തെ മുഴുവനും യുദ്ധക്കളത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന ധർമ്മം പറയുമ്പോ ചിട്ടയൊത്ത പോരാളികളാക്കി മാറ്റിയ നേതാവാണ് ലോകഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ അത്ഭുതത്തോടെ അദ്ദേഹം എഴുതുന്നുണ്ട്. അത്രയും വലിയ മഹനീയമായ മാതൃകയുടെ മണിമകുടമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം, ഫമൻ യഖുദു ബിഹഖിഹി, ആരാണിതിന്റെ ശരിയായ ധർമ്മമനുസരിച്ച് കൈകാര്യം ചെയ്യുക? അപ്പോഴാണ് അബൂ ദുജാന റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ ഏറ്റെടുത്തോളാം. വാള് വാങ്ങിയിട്ട് അബൂ ദുജാന റളിയല്ലാഹു അൻഹു അത്യാവശ്യം കാണാൻ തരക്കേടില്ലാത്ത ആളാണ്, നല്ല വിരിമാറ് കാണിച്ച് നടക്കുന്ന ആളാണ്. സഖ്യത എതിരാളികളുടെ ഇടയിലേക്ക് തലയും കുലുക്കി ഒരു നടത്തം നടന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇതുപോലുള്ള നടത്തം അള്ളാഹ് അനുവദിച്ചത് ഇത്തരം സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ നടത്തമാണ്. അല്ലാഹു തആല ഇത്തരം സ്ഥലത്തല്ലാതെ പുറത്തു കൊടുക്കൂല. അങ്ങനത്തെ നടത്തമാണല്ലോ നടക്കുന്നത്. അപ്പൊ മഹാനവറുകള് കുലുങ്ങി ഇളകി അങ്ങ് മുന്നോട്ട് പോയി. അനല്ലദീ ആഹദനി ഖലീലി വനഹ്നു ബിസ്സഫഹി ലദന്നഖീലി അല്ലാ അഖൂമ الدهر في الكيول അളിരി ബിസൈഫി അല്ലാഹി വറസൂൽ. സൈന്യമേ, പുറമോടിയായി തട്ടാമെന്ന ആളല്ല, ഇതിന്റെ പിന്നണി വരെയും തുരക്കാനിറങ്ങിയ ആളാണ് ഞാൻ. നിങ്ങൾ വിചാരിക്കും പോലെയല്ല. എന്നിട്ട് പറയാണ്, എന്റെ കയ്യിലുള്ളത് അള്ളാഹുവിന്റെയും ഹബീബിന്റെയും വാളാണ്. അഥവാ ധർമ്മ സംസ്ഥാപനത്തിന്റെ പടഹധ്വനിയും മുഴക്കിയിട്ടാ ഞാൻ ഇറങ്ങിയത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കും പോലെ കേവലമായ ഒരു യോദ്ധാവല്ല. വേണമെങ്കിൽ എന്റെ മുമ്പിൽ നിന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോഴാണ് അതാ ബഹുമാനപ്പെട്ട അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ശത്രുപാളയത്തിലെ ഒരു പെണ്ണ് ചാടി വീണു.
ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് പുറപ്പെട്ട സൈന്യത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാൻ വിട്ടപ്പോ ഹബീബ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അവിടുന്ന് പെണ്ണുങ്ങളും കൊച്ചുങ്ങളും ഒക്കെ ഇറങ്ങി പോന്നിട്ടുണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അവര് കുടുംബസമേതമാണ് വന്നിട്ടുള്ളത്. അബൂ സുഫിയാനും ഭാര്യയെ കൂട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാവരെയും പെണ്ണുങ്ങളെയും കൊച്ചുങ്ങളെയും കൊണ്ടാ വന്നത്. പെണ്ണുങ്ങളുടെ പണി എന്താണ്? നന്നായി പാട്ടുപാടി രസിപ്പിക്കലാണ്. മരിച്ചുപോയ ബദറിൽ ചത്തുപോയ ആളുകളെ കുറിച്ച് ഇങ്ങനെ മോങ്ങിക്കരയാനും അനുസ്മരണ ഗീതം പാടാനും വന്ന ആളുകളാണ്. അങ്ങനെ കുറെ പെണ്ണുങ്ങൾ ഈ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരു പെണ്ണ് വന്ന് ചാടി വീണു, കൊല്ലാൻ വാളുമുയർത്തിയിട്ട്. യുദ്ധമനുസരിച്ചാണെങ്കിൽ അബൂ ദുജാനയുടെ വാൾ അവിടെ വീഴണം. അപ്പോഴാണ് ഒരു ഓർമ്മ വരുന്നത്. യാദ് അബ്റോ കർക്കെ തളപോ ബുൽബുലോ टुकड़ा टुकड़ा धाम हो ही जाएगा. എന്റെ കയ്യിലുള്ളത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്ന വാളാണ്. ഇതുകൊണ്ടൊരു പെണ്ണ് മരിച്ചുകൂടാ. അബൂ ദുജാന റളിയല്ലാഹു അൻഹു പോരാളിയാണ്. പക്ഷേ നിയമത്തിന്റെയും നിർണയത്തിന്റെയും വഴിവിട്ട് ചിന്തിക്കാൻ പറ്റൂല. മഹാനവറുകൾ പറഞ്ഞു, ഇതുകൊണ്ട് ഹബീബ് എന്റെ കയ്യിൽ ഏൽപ്പിച്ച വാളുകൊണ്ടൊരു പെണ്ണിന്റെ ജീവൻ അപഹരിക്കാൻ പാടില്ല. അതെന്റെ ഹബീബിന്റെ വാളിന്റെ ഹുറുമത്തിന് പറ്റിയതല്ല. അതുകൊണ്ട് തൽക്കാലം അവള് പൊയ്ക്കോട്ടെ. മുജിരിം ഹുവാ മുജേ സാത്ത് ലേ ലോ കരസ്തേ में ही जा बजा थाने वाले. അപ്പോഴും ഹബീബിന്റെ അളമത്ത് പാലിക്കുന്ന മഹാന്മാരാണ്. ഹബീബിന്റെ കൈകൊണ്ട് തൊട്ട വാളുകൊണ്ട് ഒരു പെണ്ണിന്റെ ശരീരത്തിൽ തട്ടിക്കൂടാന്ന് വിചാരിക്കുന്ന ദീനിനിഷ്ഠയുള്ള സ്വഹാബികൾ. ആ ഹബീബിന്റെ ഓരോന്നിനും പവിത്രത കൽപ്പിക്കലാണ് സ്വഹാബികളുടെ ഡ്യൂട്ടി. വിശദമായി ഞാൻ കടക്കുന്നില്ല. അങ്ങനെ മുന്നേറുമ്പോഴാണ് മിസ്അബ് ബിൻ ഉമൈർ, അബൂ തൽഹത്തുൽ അൻസാരി, സഅദ് ബിൻ അബി വഖാസ്, അബൂ ദുജാന എന്നിവരെല്ലാം മുൻനിരയിലായി പോരാട്ടത്തിൽ മുന്നോട്ട് കയറുകയാണ്. മഹാന്മാരായ സ്വഹാബികളുടെ ഡ്യൂട്ടിയാണ്. അവരവരുടെ ദൗത്യവുമായി മുന്നേറുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ ഇടയിൽ 50 ആളുകളെ ഒരു പ്രത്യേക സ്ഥലത്തു നിർത്തിയിരുന്നു. പ്രത്യേകമായൊരു കുന്നിന്റെ മുകളിൽ. ഇന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ ഹംസ റളിയല്ലാഹു അൻഹുവിന് സലാം പറയുമ്പോൾ തൊട്ടു പിന്നിൽ കാണുന്ന കൊച്ചു കുന്ന് അമ്പെയ്ത്തുകാരെ നിർത്തിയ കുന്നായതുകൊണ്ട് ജബലുർ റുമാത്ത് എന്നാണ് അതിന്റെ പേര്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളെ നിർത്തി. വളരെ ഘോരമായ യുദ്ധം നടക്കുകയാണ്. സ്വഹാബികൾ മുഴുവനും മുന്നേറി. മിസ്അബ് ബിൻ ഉമൈർ തങ്ങൾ ഇളകിയില്ല. അബൂ ദുജാന റളിയല്ലാഹു അൻഹു അവർക്ക് വഴങ്ങിക്കൊടുത്തില്ല. വലഖദ് സദഖകുമുല്ലാഹു വഅദഹു ഇദ് തഹസ്സൂനഹും ബിഇذനിഹി ഹത്താ ഇദാ ഫശിൽതും വതനാസഅതും ഫിൽ അംരി വഅസൈതും മിൻ ബഅദി ما أراكم ما تحبون منكم من يريد الدنيا ومنكم من يريد الآخرة ثم صرفكم عنهم ليبتليكم ولقد عفا عنكم والله ذو فضل على المؤمنين. അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത വിജയം നൽകി. സ്വഹാബത്ത് എതിർ സൈന്യത്തെ മുഴുവനും തോൽപ്പിച്ചു. അവർ രംഗം വിട്ടുകൊണ്ട് നാട്ടിലേക്ക് ഓടുകയാണ്. ഇനി ഇവിടെ യുദ്ധക്കളത്തിൽ തളം കെട്ടി നിൽക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. സ്വഹാബത്ത് മുഴുവനും പടക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഗനീമത്ത് സ്വത്ത് സമാഹരിക്കുകയാണ്.
അപ്പോഴാണ് അബ്ദുല്ലാഹി ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നേതൃത്വത്തിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർത്തിയ അമ്പെയ്ത്തുകാര് താഴോട്ട് നോക്കുമ്പോ യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് യുദ്ധാനന്തര സ്വത്ത് സമാഹരിക്കുകയാണ്. അൽ ഗനീമ അൽ ഗനീമ